പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പരിഹസിച്ച് അമേരിക്കയിലെ മുൻ പാക് സ്ഥാനപതി ഹുസൈൻ ഹഖാനി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആവർത്തിച്ച് പുകഴ്ത്തുന്നതിനാണ് പരിഹാസം. തായ്ലാന്റും കംബോഡിയയും തമ്മിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ട്രംപ് നിർണായക പങ്കുവഹിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏറ്റവും ഒടുവിലായി പാക് പ്രധാനമന്ത്രിയുടെ പുകഴ്ത്തൽ. സമാധാന ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചതിൽ വഹിച്ച നിർണായക പങ്കിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെന്ന് ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചു. ഈ പോസ്റ്റിനോട് പ്രതികരിച്ച ഹഖാനി മാധ്യമപ്രവർത്തകൻ ഫരീദ് സക്രിയ ഒരിക്കൽ തമാശയായി വിശേഷിപ്പിച്ച ട്രംപിനെ പുകഴ്ത്തിയെന്ന ഒളിമ്പിക് കായിക വിനോദത്തിൽ ഷെരീഫ് ഇപ്പോഴും മുൻപന്തിയിലാണെന്ന് പറഞ്ഞ് പാക് പ്രധാനമന്ത്രിയെ പരിഹസിച്ചു. ഒരു ഒളിമ്പിക് കായിക വിനോദമായി കണക്കാക്കിയേക്കാവുന്ന ട്രംപിന്റെ പുകഴ്ത്തലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോഴും സ്വർണ്ണ മെഡലിനായി മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പരാമർശം പിന്നീട് കോൺഗ്രസ് MP ശശി തരൂർ എക്സിൽ റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ട്രംപിനോടുള്ള ഷെരീഫിന്റെ ആരാധന ഇതാദ്യമല്ല. ഈ മാസം ആദ്യം ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ വെച്ച് അദ്ദേഹം US പ്രസിഡന്റിനെ വാനോളം പുകഴ്ത്തിയിരുന്നു. സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് ട്രംപിനെ വിശേഷിപ്പിക്കുകയും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി പാകിസ്ഥാൻ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തതായി പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം അമേരിക്ക പാക് ബന്ധം ദൃഢമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം കിട്ടിയതോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറിയെന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനിലെ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷാറഫാണ് നിയന്ത്രണം കൈമാറിയതെന്നും CIA ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കുരിക്കായോ വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വൻ അഴിമതിക്കാരാണെന്നും NIAക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. മുഷറഫ് സർക്കാരുമായി അമേരിക്കയ്ക്ക് നല്ല ബന്ധമായിരുന്നു. സ്വേച്ഛാധിപതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്ക് വലിയ ഇഷ്ടമാണ്. പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഭയക്കേണ്ട എന്ന് തന്നെ കാരണം. അതിനാൽ അമേരിക്ക മുഷറഫിനെ വിലക്കെടുത്തു വാങ്ങി. ദശലക്ഷക്കണക്കിന് ഡോളറാണ് അമേരിക്ക മുഷറഫിന് നൽകിയത്. സൈനിക സഹായത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമെല്ലാം പണം നൽകി. പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ നിയന്ത്രണം കൈമാറിയ വിവരം ഞാൻ അറിയുന്നത് 2002-ലാണ്. ആണവായുധങ്ങൾ ഭീകരരുടെ പക്കൽ എത്തുമോ എന്ന് ഭയന്നാണ് നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകിയത്. ആഴ്ചയിൽ നിരവധി തവണ അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുഷാറഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും സൗദിയുമായുള്ള ബന്ധം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം മാത്രമാണെന്ന് ജോൺ കിരിയാക്കോ പറയുന്നത്. ഞങ്ങൾ അവരുടെ എണ്ണ വാങ്ങുന്നു, അവർ ഞങ്ങളുടെ ആയുധങ്ങൾ വാങ്ങുന്നു എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ലോകത്തിന്റെ പ്രവർത്തന രീതിയിൽ ഇപ്പോൾ ഒരു പരിവർത്തനത്തിന് തങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ തേടുകയാണ്. ബലൂചിസ്ഥാനിലെ പസ്നി തുറമുഖം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അപൂർവ മൂലകങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന വാണിജ്യ തുറമുഖമായി പസ്നിയെ മാറ്റാമെന്ന് ഓഫറാണ് നൽകിയിരുന്നത്. പിന്നാലെ അപൂർവ ധാതുക്കളുടെ ആദ്യ ബാച്ച് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കയറ്റി അയച്ചതായും വാർത്തയുണ്ടായിരുന്നു. 2 ദശകത്തോളം നീണ്ടുനിന്ന ശൈത്യത്തിനു ശേഷമാണ് പാകിസ്ഥാനും US-ഉം വീണ്ടും അടുക്കുന്നത്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കയ്യിലുള്ള തന്ത്രങ്ങളെല്ലാം പയറ്റുകയാണ് സങ്കര ഭരണകൂടമെന്ന സൈന്യവും ജനാധിപത്യ സർക്കാരും പാകിസ്ഥാൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഭരണകൂടവും. പാകിസ്ഥാനുമായി അമേരിക്കൻ ആയുധ കൈമാറ്റത്തിനുള്ള വഴിയും തുറക്കുകയാണ്. തങ്ങളിൽ ആർക്കെങ്കിലുമെതിരെ ആക്രമണം ഉണ്ടായാൽ പരസ്പരം സഹായിക്കാനുള്ള കരാർ സൗദി അറേബ്യയുമായി ഒപ്പിട്ട പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങൾ കൂടുതൽ മനോബലം പകരും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.